ഇദ്ദഖറ സൂക്ഷിച്ചു വെച്ചു. ഇദ്ദഖറ എന്നാണ് ഇദ്ദഖറ സൂക്ഷിച്ചു. ഇദ്ദഖറ യദ്ദഖിറു എന്ന് പറഞ്ഞാൽ എന്ത് സംഗതിയും എടുത്തു വെക്കുന്നതിനാണ് ഇദ്ദഖറ. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പാത്തക്കറിയല്ലോ, അതാ ശരിക്കും ഇദ്ദഖറ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റായിട്ട് മാറ്റി വെക്കുക, എടുത്തു വെക്കുക, അതിനൊക്കെ ഇദ്ദഖറ എന്നാണ് പറയുക. അപ്പോൾ അതെ ബുയൂത്തിക്കും എന്ന് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്കുണ്ട്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട നബി പറഞ്ഞു കുലു വദ്ദഖിറു വതസദ്ദഖു. കുലു നിങ്ങൾ തിന്നുക, വദ്ദഖിറു നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, വതസദ്ദഖു നിങ്ങൾ സ്വതക്ക ചെയ്യുകയും ചെയ്യുക. അപ്പോൾ സൂക്ഷിച്ചു വെക്കാം, ഭക്ഷിക്കാം, സ്വതക്ക ചെയ്യാം. ഉദ്ഹിയ്യത്തിൻ്റെ മാംസം ഒരു കൊല്ലം നബി പറഞ്ഞിരുന്നു 3 ദിവസം മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്ന്. ഉദ്ഹിയ്യത്ത് ഏകദേശം ഉപയോഗപ്പെടുത്താം, പക്ഷേ 1 വർഷത്തിൽ ശക്തമായ പട്ടിണിയുള്ള സമയം വന്നപ്പോൾ അന്ന് ബലിപെരുന്നാളായി. അപ്പോൾ എവിടെയൊക്കെ അറിവുണ്ട് നോക്കിയിട്ട് കയ്യൂക്കുള്ളവരൊക്കെ പോയിട്ട് കണ്ടമാനം വാങ്ങിക്കൂട്ടി. കാരണം പട്ടിണിയാണ്, അങ്ങേറ്റം കഷ്ടപ്പാടാണ്. അപ്പോൾ കുറച്ച് ഇറച്ചി കിട്ടിയാൽ കുറച്ച് കാലത്തിന് അത് സൂക്ഷിച്ച് വെച്ചിട്ട് തിന്നാലോ എന്ന നിലയ്ക്ക് വലിയ ഊക്കുള്ളവരൊക്കെ പോയിക്കാണ്ട് ഒന്നാകെ ഇറച്ചിയൊക്കെ വാങ്ങി ഓലൊക്കെ വേണം പരി കൊടുന്നവിടെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നാൽ കുറേ സാധുക്കൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയതുമില്ല. അപ്പോൾ ആ കൊല്ലം നബി ഞങ്ങൾ പറഞ്ഞു 3 ദിവസത്തിലേറെ ബലിമാംസം സൂക്ഷിക്കാൻ പാടില്ല, 3 ദിവസം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ കുറേ തിന്ന് നോക്കി, പക്ഷേ തിന്നതിന് കണക്കുണ്ടല്ലോ. അപ്പം 3-ാമത്തെ ദിവസം ഇത് കയ്യൂല കണ്ടപ്പോൾ ഓരൊക്കെ പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു. 3-ാമത്തെ ദിവസം എല്ലാവരും അപ്പുറപ്പുറമൊക്കെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ തന്നെ കൊടുത്ത് ഒഴിവാക്കി. അടുത്ത കൊല്ലം നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു 3 ദിവസത്തിനപ്പുറം സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ സ്വതക്ക ചെയ്തു കൊള്ളുക. അപ്പോൾ എത്രയും സൂക്ഷിക്കാം. 3 ദിവസം മാത്രമേ ബലിമാംസം സൂക്ഷിക്കാൻ പാടുള്ളൂ എന്ന നിയമം ഇപ്പോഴില്ല. ഈ 2 ഹദീസും ബുഖാരിയിലുണ്ട്. 2 ഹദീസും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷെ 2-ാമത്തെ ഹദീസാണ് ഇപ്പോൾ നമ്മൾ അമൽ ചെയ്യേണ്ടുന്ന ഹദീസ്. ഇപ്പോഴും വലിയ നാളായ ചില മനുഷ്യന്മാർ ആ ഹദീസ് വെച്ച് ടെസ്റ്റ് വിടും. ഇതിങ്ങനെ എടുത്തേക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല, ഹദീസുണ്ട്, ബുഖാരി ഹദീസ് നമ്മളെത്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ബുഖാരിൻ്റെ ഹദീസ് ശരിയാണ്, സ്വഹിയാണ്. പക്ഷെ അത് അന്നത്തെ ആ പ്രത്യേക വർഷത്തിൽ മാത്രം നബിതങ്ങൾ നൽകിയ അധ്യാപനമാണ്, അല്ലാതെ എന്നേക്കുമുള്ള പൊതുവായ നിയമമായി പഠിപ്പിച്ചതല്ല. എത്രയും സൂക്ഷിക്കാം. അന്ന് ഉണക്കി സൂക്ഷിക്കലാണ് അന്നത്തെ. അതാണ് അയ്യാമു തശ്രീഖ്. തശ്രീഖ് എന്നതിനെ ഉണക്കലാണ്. അന്ന് ഇറച്ചി അവർ ഉണക്കിയിട്ട് മാസങ്ങളൊക്കെ അവരെടുത്ത് വെച്ച് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഫ്രിഡ്ജുണ്ട്, അന്ന് അങ്ങനത്തെ സിസ്റ്റമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് വിരോധമില്ല. ഇവർക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിക്കാം, മറ്റു നാട്ടിലേക്ക് വേണമെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം, അതിനൊന്നും പ്രശ്നമില്ല.